സുരേഷ് ഗോപി ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹം പ്രതികരണത്തിനൊന്നും തയ്യാറായില്ല. മാധ്യമങ്ങൾ പതിവ് പോലെ വളഞ്ഞു, പക്ഷേ ഒന്നും മിണ്ടിയില്ല. सेरेमनी के बाद बोलेंगे अब वक्त नहीं है. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം സംസാരിക്കാം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. समय दीजिए, सब सेरेमनी खत्म होने के बाद मैं आपसे बोलूंगा, आपके द्वारा बोलूंगा. पहले मैसेज देना चाहें आप? अब कुछ नहीं है मेरे पास. आप कितना खुश हैं सर? आप खुश हैं? आप कुछ डिपार्टमेंट के बारे में कुछ मालूम है? नहीं कुछ नहीं मालूम, कुछ नहीं मालूम. सर पीएम मोदी तीसरी बार प्रधानमंत्री बनने जा रहे हैं. माइक आगे इस पे क्या कुछ कहना है आपको? अरे भाई क्या बढ़िया. എന്തായാലും അദ്ദേഹം പറയാനുള്ള നേരത്തെ നമ്മളോട് കേരളത്തിൽ തന്നെ അദ്ദേഹം വിമാനത്താവളത്തിൽ വെച്ചൊക്കെ പ്രതികരണം അറിയിച്ചതാണ്. മോദി വിളിച്ചു, നരേന്ദ്രമോദി വിളിച്ചു, അങ്ങനെ താൻ പോകുന്നു, മറ്റു കാര്യങ്ങൾ അറിയില്ല, കുടുംബസമേതമാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. ഇപ്പോൾ അവിടെ മറ്റ് ഹിന്ദി മാധ്യമപ്രവർത്തകരുമൊക്കെ ചോദിച്ചു അദ്ദേഹത്തോട്, പക്ഷേ സബ് സെറിമണി കെ ബാദ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം പറയാം, പ്രതികരണം അറിയിക്കാം. ഒപ്പം തന്നെ നരേന്ദ്രമോദി മൂന്നാം വട്ടവും വരുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബെഡിയ ഗംഭീരമായിട്ടുണ്ട് എന്ന ഒറ്റവാക്കിൽ അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും നേരത്തെ അനൂപും പറഞ്ഞതുപോലെ അവിടെ ജോർജ് കുര്യൻ ഈ മുരളീധരൻ്റെ വീട്ടിൽ കൂടിക്കാഴ്ചകൾ നടത്തുന്നു. എല്ലാം ഒരു ഔദ്യോഗിക പ്രതികരണം. ഇതിനി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരുപക്ഷെ പറഞ്ഞ് അതൊരു പ്രശ്നങ്ങളിലേക്കോ വിവാദങ്ങളിലേക്കോ പോകാൻ ഇടവരാതെ വളരെ പക്വതയോടെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് ഇപ്പോൾ BJPയുടെ കേന്ദ്രതലത്തിൽ നിന്നുള്ള സൂചനകൾക്കനുസരിച്ചെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം തീർച്ചയായും ജോർജ് കുര്യൻ്റെയും ഒപ്പം തന്നെ സുരേഷ് ഗോപിയുടെയും പ്രതികരണങ്ങൾ നമുക്കറിയാൻ കഴിയും. അതിനുശേഷം തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ, കേരളത്തിൻ്റെ പ്രതീക്ഷകൾ എന്തൊക്കെ കേരളത്തിനായി ചെയ്യാൻ കഴിയുമെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ വിശദീകരിക്കും. ഇപ്പോൾ എന്തായാലും അവരുടെ മുമ്പിലും സത്യം പറഞ്ഞ ഒരു ബ്ലാങ്ക് സ്പേസ് ആണുള്ളത്. കാരണം ഏത് വകുപ്പാണ് എന്ന കാര്യത്തെക്കുറിച്ചൊന്നും വ്യക്തമായ സൂചന ഒരുപക്ഷെ അവർക്കും ലഭിച്ചിട്ടുണ്ടാകില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പറയാനും കഴിയില്ല. എന്തായാലും സുരേഷ് ഗോപി ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചേർത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയടക്കമുള്ളവരുണ്ട്. കുടുംബസമേതമാണ് അദ്ദേഹം. ഈ സത്യത്തിൽ ഒരു ചരിത്ര മുഹൂർത്തമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചും. കാരണം അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് BJPയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തുടങ്ങിയത് മുതൽ അദ്ദേഹം നേരിട്ട ട്രോളുകൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. ആ ട്രോളുകളെയും പരിഹാസങ്ങളെയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ 74,000-ലേറെ വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയതും. എന്തായാലും